നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഐ മിസ് യു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വായന കേൾക്കുക. തീർച്ചയായും ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്. അപ്പോൾ വായനയിലേക്ക് പോകുന്നതിന് മുൻപായി ഒരറിയിപ്പുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ വായനയിലേക്ക് കടക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഐ മിസ് യു എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഈ വായന കേൾക്കാൻ. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കസ്റ്റമേഴ്സിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്ത് എന്നെ അറിയിക്കുന്നുണ്ട് അവരുടെ സന്തോഷ വാർത്തകൾ. അങ്ങനെ നിങ്ങൾക്കും സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. ഇന്നത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണ്. അതായത് പ്രപഞ്ചശക്തിയുടെ സന്ദേശം തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തി എന്ന് പറയുന്നത് നല്ലൊരു ഗൃഹനാഥനോ ഗൃഹനാഥയോ ആക്കാൻ പറ്റിയ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഓൾറെഡി ഒരു കല്യാണം കഴിഞ്ഞ വ്യക്തിയായിരിക്കാം, ഒരു ഗൃഹനാഥനോ ഗൃഹനാഥയോ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കമിതാക്കളാണെങ്കിൽ പോലും, കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ പോലും ഭാവിയിൽ നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു കുടുംബം നയിക്കാൻ സാധിക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ പക്വതയും മനസ്സിന് നല്ല പാകമേറിയതായിട്ടുള്ള സ്വഭാവവുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു പ്രണയബന്ധത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ നല്ല കുസൃതിയുള്ള അല്ലെങ്കിൽ കുട്ടിത്തമുള്ള തമാശകൾ ഏറെ പറയുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയാണെങ്കിൽ കുറച്ചധികം ഒരു ഗാംഭീര്യമുള്ള, ഗൗരവമുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരുടെയും സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിലും നമുക്ക് വളരെയധികം വ്യത്യസ്തതയാണ് രണ്ടുപേരിലും കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളും അതുപോലെ ഉണ്ടാവാറുണ്ട്. ഈ വ്യക്തി വളരെയധികം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി മനസ്സ് കീറി മുറിച്ച് കളയുന്ന തരത്തിലുള്ള സ്വഭാവ രീതികളും പെരുമാറ്റവും വാക്കുകളും സംഭാഷണങ്ങളും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കുണ്ടാവാറുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തി ബിസിനസ് ഒക്കെ ചെയ്യുന്ന, സ്വന്തമായിട്ട് വളരെയധികം അധ്വാനിക്കുന്ന, സാമ്പത്തികപരമായിട്ട് ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറുക്കു വഴികളൊന്നും ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല. അനാവശ്യമായി ചിന്തിച്ചു കൂട്ടുന്ന വ്യക്തിയല്ല. അനാവശ്യമായിട്ടുള്ള വ്യക്തികളായി സൗഹൃദം സ്ഥാപിക്കുകയോ സംസാരിക്കുകയോ അവരിലേക്ക് ആകർഷ്ടരാവുകയോ ചെയ്യുന്ന വ്യക്തികളുമല്ല. വളരെയധികം അന്തർമുഖത്വം കാത്തു സൂക്ഷിക്കുന്ന, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്രത്തോളം സമ്പാദിച്ചു കഴിഞ്ഞാലും അതിൽ തൃപ്തി വരാത്ത ഒരു വ്യക്തിയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി ഈ വ്യക്തിക്ക് സമാധാനപരമായിട്ടുള്ള
മനസ്സില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ വ്യക്തി ആഗ്രഹിക്കുന്നതെല്ലാം ഈ വ്യക്തി നേടിയെടുക്കും. കാറായിക്കോട്ടെ, പുതിയ വീടായിക്കോട്ടെ, പൈസയായിക്കോട്ടെ, അങ്ങനെ എന്തെല്ലാമാണോ അതെല്ലാം ഈ വ്യക്തി നേടിയെടുക്കും. പക്ഷേ ഒരു പ്രത്യേകത എന്തെന്നാൽ ഏറ്റവും വലിയ വലിയ കാര്യങ്ങൾ ഈ വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും ഈ വ്യക്തി കടിഞ്ഞാണിടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അത്യാവശ്യം വളരെ ബഹുമാനിക്കപ്പെട്ടതും വളരെ നല്ല രീതിയിൽ ഉയർന്ന തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്ക് 9 ഓഫ് സോർട്സിന്റെ എനർജി കാണിക്കുന്നത് ഈ വ്യക്തിക്ക് സമാധാനമില്ലാത്ത രാത്രികളും ഈ വ്യക്തിക്ക് സ്വന്തമാണ്. കാരണം എന്തൊക്കെ നേടിയെടുത്താൽ പോലും അതിനിടയിലും ഈ വ്യക്തിക്ക് അസ്വസ്ഥതപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് വേറെ ഒരു ഓപ്ഷനുമില്ല, അല്ലെങ്കിൽ മറിച്ചൊരു അഭിപ്രായവുമില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. കാരണം 9 ഓഫ് കപ്സ്, 4 ഓഫ് വോൺസ്, 2 ഓഫ് വോൺസ് ഒക്കെയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. വളരെയധികം സ്നേഹമുള്ള അല്ലെങ്കിൽ നിങ്ങളോട് വളരെയധികം താല്പര്യമുള്ള ഒരു മനസ്സിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവത്തിലോ സംസാരത്തിലോ പെരുമാറ്റത്തിലോ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണല്ലോ ഈ വ്യക്തി എന്നോട് സംസാരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ അത് ഈ വ്യക്തിയുടെ പ്രകൃതമാണ്, സ്വഭാവ രീതിയാണ്. അതാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും സ്നേഹമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ല. നൈറ്റ് ഓഫ് പെൻഡക്കിൾസും 6 ഓഫ് സോർട്സ് റിവേഴ്സുമാണ് ലഭിച്ചിരിക്കുന്നത്. തലകുത്തനെയാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ വ്യക്തി വളരെയധികം ദൂരത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ദൂരം വെട്ടിക്കുറച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളായിട്ട് സംസാരിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചധികം ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന വളരെയധികം തിരക്കേറിയ ഒരു വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തിയുടെ പേഴ്സണൽ ജീവിതത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കണം. അതായത് നിങ്ങളുമൊത്ത് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യണം, ചിലവഴിക്കണം, സന്തോഷകരമായിട്ട് നിങ്ങളുമായിട്ട് ഒരുപാട് കഥകൾ പങ്കുവെക്കണം, നിങ്ങളോട് സംസാരിക്കണം, സ്നേഹം പ്രകടിപ്പിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു സമയവും ജോലി അല്ലെങ്കിൽ ബിസിനസ്, ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ മനസ്സ് മടുത്തിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ജോലിയുടേതായിട്ടുള്ള വളരെയധികം ടെൻഷനുകളും മാനസിക അസ്വസ്ഥതകളും നമുക്കിതിനോടൊപ്പം കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിലെല്ലാം ഈ വ്യക്തി അതെല്ലാം തരണം ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാം. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരാനും ഈ വ്യക്തി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരവസ്ഥയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ നല്ലൊരു സന്ദേശമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നല്ലൊരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായി ഇപ്പോൾ ഈ വ്യക്തി കുറച്ച് പിണക്കത്തിലാണെങ്കിൽ പോലും ആ പിണക്കമെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും പഴയതുപോലെ വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മനസ്സിലേക്ക് ഏറ്റെടുക്കാനായി ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ വായന എന്ന് പറയുന്നത് 2 or 3 പ്രാവശ്യം തുടർച്ചയായി കാണാനായി ശ്രമിക്കുക. വേറൊന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കണ്ടാൽ മാത്രം മതി. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പിടിച്ചെടുക്കുകയും നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അത്തരത്തിലുള്ള മിറാക്കിൾസ് സംഭവിക്കാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. ഇതാണ് ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ടെക്നിക് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ദയവായി പലതവണയായി ഈ വായന തുടർച്ചയായി കാണാനായി ശ്രമിക്കുക. നിങ്ങൾ ഈ വ്യക്തിയുമായി പിണക്കത്തിലാണ്, പരിഭവത്തിലാണ് എങ്കിൽ തീർച്ചയായും അതെല്ലാം മാറി ഈ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും. വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുക. യൂണിവേഴ്സിൽ വിശ്വസിക്കുക. ഈ വായനയിലും വിശ്വസിക്കുക.
ഓരോ ടാരറ്റ് റീഡിംഗ് കാണുമ്പോഴും വളരെ വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഇത് കാണാൻ. വിശ്വാസമില്ലാത്തവർ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാതിരിക്കാനായി ശ്രമിക്കുക. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.